വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ ഇന്ന് ബിൽഡിംഗ് മെറ്റീരിയലുള്ള മെറ്റൽ ആൻഡ് അലോയ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഫെറസ് മെറ്റീരിയൽസ് ആൻഡ് സെക്കൻഡ് വൺ നോൺ ഫെറസ് മെറ്റീരിയൽ. ഫെറസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അയണിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും മേജറായിട്ട് വരുന്നത്. സോ ദാറ്റ്സ് കോൾഡ് ഫെറസ് മെറ്റീരിയൽസ്. ആൻഡ് അയണിൻ്റെ കണ്ടൻ്റ് ഇല്ല, ഇറ്റ്സ് ആബ്സെൻസ് ഓഫ് അയൺ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ഫെറസ് മെറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഓർ എന്ന് പറയുമ്പോൾ നാച്ചുറലി ഒക്കർ ചെയ്യുന്നത്, മിനറൽ അഗ്രിഗേറ്റ്സിൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ്. ഒന്നോ അതിലധികമോ ഉള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള റിക്കവേർഡ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഓർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം അയൺ ഓർ. ഇറ്റ്സ് എ കോമ്പൗണ്ട് ഓഫ് അയൺ അലോങ് വിത്ത് ഇംപ്യൂരിറ്റീസ്. നെക്സ്റ്റ് ടേം ഗ്യാൻ. Substances occurring along with ore. The next term ferrous materials. So ferrous materials or ferrous metals. The main important ferrous metals are pig iron, cast iron, wrought iron, steels. ഈ നാലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അയൺ ഓർസിൽ നിന്ന് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ തരുവാണ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്സിൻ്റെ. ഇപ്പോൾ അയൺ ഓർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അയൺ ഓറിൽ നിന്ന് ആ ഒരു ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ ഡ്രസ്സിങ് എന്ന് പറയുന്നു എന്നും പറഞ്ഞു. ദെൻ ഈ അയൺ ഓറിൽ നിന്ന് നമ്മൾ പിഗ് അയൺസ് ഉണ്ടാക്കുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഫേർണസ് ആണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. അയൺ ഓറിൽ നിന്ന് പിഗ് അയൺ ആക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ആണ്. അതുപോലെ തന്നെ പിഗ് അയൺ എന്ന് പറയുന്നത് ഒരു ക്രൂഡ്സ് ആയിട്ടുള്ള ഒരു ഇംപ്യൂർ ഫോമിലുള്ള അയൺ ആണ്. ഇതിൽ 5 to 6% ആണ് കാർബണിൻ്റെ കണ്ടൻ്റ് ഉള്ളത്. അതുപോലെ തന്നെ കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീൽ ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് മെറ്റീരിയലാണ് പിഗ് അയൺ എന്ന് പറയുന്നത്. ഈ പിഗ് അയണിൽ നിന്ന് കാസ്റ്റ് അയൺ സെറ്റ് ചെയ്തെടുക്കുന്നത് കുപ്പോള ഫർണസ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ റോട്ട് അയൺ സെറ്റ് ചെയ്യുന്നത് പഡ്ലിംഗ് ഫർണസ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ സ്റ്റീലിൻ്റെ ഡിഫറെൻ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോസസ്സാണ് ബെസ്മർ കൺവേർട്ടർ, ഓപ്പൺ ഹേർട്ട് ഫർണസ്, ഇലക്ട്രിക് ഫർണസ്, ബേസിക് ഓക്സിജൻ പ്രോസസ്സ്, ഇനിയും പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഔട്ട്ലൈനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതിൽ ഓരോന്നും നമ്മൾ കുറച്ചുകൂടെ ബ്രീഫായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ പോകുന്നതിന് മുന്നേ തന്നെ അയണിൻ്റെ ഓൾസും അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് മാഗ്നറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റ് 70 to 73% ആണുള്ളത്. ബ്ലാക്ക് ഓക്സൈഡ്സ് ഓഫ് അയൺ ആണ്, അയണിൻ്റെ ഫോമാണ്. ഹെമറ്റൈറ്റ് 65 to 70% റെഡ് ഓക്സൈഡ്സ് ഓഫ് അയൺ. ലിംനൈറ്റ് 60% ബ്രൗൺ ഓക്സൈഡ്സ് ഓഫ് അയൺ. പൈറൈറ്റ്സ് 45 to 47% സൾഫൈഡ്സ് ഓഫ് അയൺ. സിഡ്രൈറ്റ് 40% കാർബണേറ്റ്സ് ഓഫ് അയൺ. ദെൻ ഫസ്റ്റ് ഫെറസ് മെറ്റീരിയൽ ആയിട്ടുള്ള പിഗ് അയണിനെ കുറിച്ചാണ് നമ്മളിനി നോക്കുന്നത്. ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രൂഡ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ ആണ്. അത്യാവശ്യം നല്ല രീതിയിലാണ് ഇംപ്യൂർ ആയിട്ടുള്ള ഒരു അയൺ ആണ് പിഗ് അയൺ എന്ന് പറയുന്നത്. ഇതിലുള്ള കാർബണിൻ്റെ കണ്ടൻറ്റ് 5 to 6% ആണ്. അതുപോലെ തന്നെ പിഗ് അയൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിക് മെറ്റീരിയൽ ആണ്. കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീൽ ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് മെറ്റീരിയൽ ആണ് പിഗ് അയൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാനുഫാക്ചറിങ് ഓഫ് പിഗ് അയൺ ആണ്. അതിൽ നമ്മൾ ഡ്രസ്സിങ് ഓൾറെഡി പറഞ്ഞു എന്താണ് ഡ്രസ്സിങ് എന്ന്. ആ ഓർസ് നമ്മൾ അയൺ ഓർസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രസ്സിങ്. സോ അതിന് വേണ്ടിയിട്ട് 25 mm ഡയലുള്ള പീസസ് ആയിട്ട് നമ്മളിതിനെ ക്രഷ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നേ വാഷ് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാൽസിനേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് കൊടുക്കുക, അത് തന്നെയാണ്. എയറിൻ്റെ പ്രസൻസിൽ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് ആ ഓസിന് ഹീറ്റ് കൊടുക്കുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ. ഇതുവഴിയിട്ട് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും റിമൂവ് ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു പ്രോസസ്സാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് ആണ്. അപ്പോൾ റോസ്റ്റിംഗ് എന്ന് പറയുമ്പം ഈ ഓർസ് എന്ന് പറയുന്നത് ഒരു ഹോട്ടായിട്ട് മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വെരി ഡ്രൈ ആയിട്ട് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് റോസ്റ്റിംഗ്. ഇതിലെന്ന് പറയുമ്പോൾ വോളറ്റൈൽ മാറ്റേഴ്സ് ആയിട്ടുള്ള മെയിനായിട്ട് സൾഫർ ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡാണ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് സ്മെൽറ്റിങ്ങിലെന്ന് പറയുമ്പോൾ ഈ മെറ്റൽസ് എന്ന് പറയുമ്പം ആ ഒരു എന്താണ് മെൽറ്റിംഗ് പോയിന്റ് ആണ് വരുന്നത്. സ്മെൽറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന മെയിൻ പറഞ്ഞാൽ ഒരു കീവേഡ് മെൽറ്റിംഗ് ആണ്. പ്രോസസ് ഓഫ് മെൽറ്റിംഗ് ആണ് ടു റിമൂവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. ഓക്കെ, മെറ്റലിൽ നിന്ന് ഓർ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മെൽറ്റ് ചെയ്യുന്നുണ്ട്.
ആ ഒരു പ്രോസസ്സിനെയാണ് സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. സ്മെൽറ്റിംഗ് ചെയ്യുന്നത് ബ്ലാസ്റ്റ് ഫർണസിൽ വച്ചിട്ടാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണിത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ. ഇത് ഏകദേശം ഒരു ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഒരു ഷേപ്പാണ് ഈ വരച്ചേക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ത്രോട്ട് ഉണ്ട്, ദെൻ സ്റ്റാക്ക് ഓർ ഇൻവോൾവ്, സിലിണ്ടർ ഓർ ബാരൽ, ടയേഴ്സ്, ബോഷ്, ഹെർത്ത് ഓർ ക്രൂസിബിൾ. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഹൈറ്റ് 30 to 35 മീറ്റർ ആണ്. ബോട്ടം 6 to 8 മീറ്റർ ആണ് വരുന്നത്. അതുപോലെ ഇതിൽ ത്രോട്ട്, ഇപ്പോൾ ത്രോട്ട് എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് ഇതിൻ്റെ മൗത്ത് പോർഷനാണ്. ഒരു ഫീഡിങ് സോൺ എന്ന് പറയാം, അല്ലെങ്കിൽ മൗത്ത് പോർഷൻ എന്നും പറയാം നമുക്ക് ത്രോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ത്രോട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഫീഡിങ് സോൺ ഓഫ് ബ്ലാസ്റ്റ് ഫർണസ് ആണ് ത്രോട്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റാക്ക് ഓർ ഇൻവോൾവ് ആണ്. സ്റ്റാക്ക് ഓർ ഇൻവോൾവ് എന്ന് പറയുമ്പോൾ നോർമലി ഈ സ്റ്റാക്ക് എന്ന് പറയുന്നതിൻ്റെ ഹൈറ്റ് ഒരു 80 മീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ 85 to 87 ഡിഗ്രി ഇൻക്ലിനേഷനോട് കൂടിയാണ് സ്റ്റാക്ക് വരുന്നത്. ഈ പോർഷൻ കാണുമ്പോൾ അറിയാം, ഇൻക്ലിനേഷനോട് കൂടിയ പോർഷനാണ് സ്റ്റാക്ക് ഓർ ഇൻവോൾവ് എന്ന് പറയുന്നത്. ആൻഡ് സിംപ്ലി നമുക്ക് വെർട്ടിക്കൽ ഷാഫ്റ്റ് ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ ബോഷ് ടു ദി ടോപ്പ് ഓഫ് ഫർണസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, സ്റ്റാക്ക് ഓർ ഇൻവോൾവ് ആണ്. ആൻഡ് നെക്സ്റ്റ് സിലിണ്ടർ ഓർ ബാരൽ. സിലിണ്ടർ ഓർ ബാരൽ എന്ന് പറയുമ്പോൾ അതിൽ വേറെ ഒന്നും വലിയ കാര്യങ്ങളൊന്നും നമുക്ക് സിലിണ്ടർ ഓർ ബാരലിൽ പറയാനില്ല. ആ ലെങ്ത് അതിൻ്റെ ഡയമീറ്റർ ബേസിലുള്ള റേഷ്യോ പറയുന്നുണ്ട്. 4 to 4.5 ബേസ് ചെയ്തിട്ടാണ് ആ ഒരു റേഷ്യോ പറയുന്നത്. നെക്സ്റ്റ് ടയേഴ്സ് ആണ് വരുന്നത്. അവിടെ എന്ന് വെച്ചാൽ ഹോട്ട് എയർ ബ്ലാസ്റ്റേഴ്സ് ബ്ലോൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂവൽ കമ്പഷൻ നടക്കുന്ന, അതൊക്കെ നമ്മൾ എയർ ബേസ് ചെയ്ത് പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടയേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ്. അതുപോലെ തന്നെ ഏറ്റവും ബ്ലാസ്റ്റ് ഫർണസ് എടുക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസിലെ ഏറ്റവും ലോവമോസ്റ്റ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രൂസിബിൾ അല്ലെങ്കിൽ ഹെർത്ത് ആയിരിക്കും. ഈ ക്രൂസിബിൾ അല്ലെങ്കിൽ ഹെർത്തിനകത്താണ് സ്ലാഗ് അല്ലെങ്കിൽ സ്ലാഗും പിഗ് അയണും കളക്ട് ചെയ്യപ്പെടുന്നത്. ഈ പറയുന്ന ഹെർത്തിന് തൊട്ട് മുകളിലാണ് ബോഷ് എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടിയുണ്ട്. അതും ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഈ ഹേർഷ് എന്ന് പറയുന്നതിൻ്റെ ഇൻക്ലിനേഷൻ ചോദിച്ചാൽ 76 to 80 ഡിഗ്രി ആണ്, 80 ആണ് വരുന്നത്. 76 to 80 ആണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് ചോദിക്കുകയാണെങ്കിൽ ടോട്ടൽ എത്രയാണോ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഹൈറ്റ് അതിൽ നിന്നും ഒരു 50 to 20% ആയിരിക്കും എന്ത് ബേസ് ചെയ്ത് വരുന്ന ബോഷിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഹൈറ്റിൻ്റെ ഒരു 50 to 20% ആയിരിക്കും ബോഷിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുപോലെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇപ്പോഴും പറഞ്ഞില്ല, ബേണിംഗ് പോർഷൻ അല്ലെങ്കിൽ ബേണിംഗ് സോൺ എന്ന് പറയുന്ന ബ്ലാസ്റ്റ് ഫർണസിൻ്റെത് ബോഷാണ്. ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പോർഷൻ ഏതാണെന്ന് ചോദിച്ചാലും അത് ബോഷാണ്. ഇറ്റ് ഈസ് ദ ഹോട്ടസ്റ്റ് പാർട്ട് ഓഫ് ബ്ലാസ്റ്റ് ഫർണസ്. ഓക്കെ, അതുപോലെ ബേണിംഗ് സോൺ എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്, ഈ ഒരു ബോഷാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഹേർത്ത് എന്താണെന്നും ക്രൂസിബിൾ എന്താണെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ടയേഴ്സ് ഒന്നുകൂടെ പറയാം, വേറെ ഒന്നുമല്ല, ആ എയേഴ്സ് ബ്ലാസ്റ്റ് ചെയ്ത് പോകുന്ന ആ ഒരു നോസിൽ, ബ്ലാസ്റ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നോസിലിനെയാണ് നമ്മൾ ടയേഴ്സ് എന്ന് പറയുന്നത്. ബോഷ് പോർഷനിൽ നിന്ന് തന്നെയാണ് എന്ത് വന്നിരിക്കുന്ന ആ ഒരു ടയേഴ്സ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ ബോട്ടം ഡയമീറ്റർ 6 to 8 ഹൈറ്റ് 30 to 36 മീറ്ററുമാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് പിഗ് അയൺ. എന്തൊക്കെ ടൈപ്പിലാണ് പിഗ് അയൺസ് അവൈലബിൾ ആയിട്ട് ഉള്ളത്? ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബെസമർ പിഗ് അയൺ ആണ്. ഹെമറ്റൈറ്റ് ഓറിൽ നിന്നാണ് വരുന്നത്. സ്റ്റീൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, സ്റ്റീൽ മാനുഫാക്ചറിങ് ആണ് ബെസമർ പിഗ് അയൺ. വൈറ്റ് ഓർ ഫോക്ക് പിഗ് അയൺ എന്ന് പറഞ്ഞാൽ റോട്ട് അയണിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് വൈറ്റ് പിഗ് അയൺ അല്ലെങ്കിൽ ഫോക്ഡ് പിഗ് അയൺ യൂസ് ചെയ്യുന്നത്. ലോ ടെമ്പറേച്ചറിലായിരിക്കും ബേൺ ചെയ്യുന്നത്. സുപ്പീരിയർ കാസ്റ്റിങ്ങിന് അൺഫിറ്റ് ആണ്. തേർഡ് വൺ ഗ്രേ ഓർ ഫൗണ്ടറി പിഗ് അയൺ ആണ്. കാസ്റ്റ് അയൺ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യുന്നുണ്ട്. മോഡലേറ്റ് പിഗ് അയൺ എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിലാണ് വരുന്നത്. ഇൻ്റർമീഡിയറ്റ് ബേസ് ചെയ്തിട്ടുണ്ട്. ഗ്രേയുടെയും വൈറ്റ് പിഗ് അയണിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് വരുന്നത്. വളരെയധികം സ്ട്രോങ്ങർ ആണ്. ഹെവി ഫൗണ്ടറി കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യും, പക്ഷേ ലൈറ്റ് അല്ലെങ്കിൽ ഓർണമെൻ്റൽ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അൺഫിറ്റ് ആണ് മോഡലേറ്റ് പിഗ് അയൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ പിഗ് അയണിൻ്റെ ലാസ്റ്റ് പോർഷനാണ് പ്രോപ്പർട്ടീസ് ഓഫ് പിഗ് അയൺ എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് പിഗ് അയൺ ഉണ്ടെന്ന് ചോദിച്ചാൽ ഫ്യൂസിങ് ടെമ്പറേച്ചറാണ് ആദ്യം പറയുന്നത്. 1200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ പിഗ് അയൺ നല്ല ഹാർഡാണ്, ബ്രിട്ടിലാണ്, കംപ്രഷൻ സൈഡ് സ്ട്രോങ്ങും ടെൻഷൻ ആൻഡ് ഷിയറിന് വീക്കുമാണ്. ഓക്കെ, കംപ്രഷൻ വൈസ് സ്ട്രോങ് ആൻഡ് ടെൻഷൻ ഷിയർ എന്ന് പറയുമ്പോൾ വീക്കാണ്. ഇറ്റ്സ് ഡസ് നോട്ട് റെസ്റ്റ് ചെയ്യത്തില്ല. ഇറ്റ് കനോട്ട് ബി ടെമ്പേർഡ്, മാഗ്നറ്റൈസ്ഡ്, വെൽഡഡ് ഓർ റിവിറ്റഡ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പിഗ് അയണിൻ്റെ പ്രോപ്പർട്ടീസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടേം കാസ്റ്റ് അയൺ. കാസ്റ്റ് അയണിൻ്റെ എല്ലാത്തിൻ്റെയും കാർബണിൻ്റെ കണ്ടൻറ്റ് പഠിച്ചു വെച്ചേക്കാം. സോ കാർബണിൻ്റെ കണ്ടൻറ്റ് 2 to 4% ആണ്.
ഇതെന്ന് പറയുമ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിഗ് അയൺ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, റീമെൽറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും എവിടെ വെച്ചിട്ടാണ്? കുപ്പോള ഫർണസിൽ വെച്ചിട്ടായിരിക്കും റീമെൽറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് കാസ്റ്റ് അയൺ കിട്ടുന്നത്. കുപ്പോള ഫർണസിൻ്റെ ഹൈറ്റ് 5 മീറ്ററും ഡയമീറ്റർ 1 മീറ്ററും ആണ് വരുന്നത്. ഏകദേശം ബ്ലാസ്റ്റ് ഫർണസിൻ്റെ പോലെ തന്നെയാണ് കുപ്പോള ഫർണസ് ഇരിക്കുന്നത്, പക്ഷേ അത്രയും ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഇത് ബ്രിട്ടിലാവാൻ, ഹാർഡാവാൻ വേണ്ടിയിട്ട് നമുക്ക് മാംഗനീസും സൾഫേഴ്സും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലൂയിഡിറ്റി ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോസ്ഫറസും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺസ് ഉണ്ട്. ഗ്രേ കാസ്റ്റ് അയൺ എന്ന് വെച്ചാൽ ഗ്രേ പിഗിൽ നിന്നായിരിക്കും കിട്ടുന്നത്. വൈറ്റ് കാസ്റ്റ് അയൺ വൈറ്റ് പിഗിൽ നിന്നായിരിക്കും കിട്ടുന്നത്. മോട്ട്ലെറ്റ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ആ ഗ്രേയുടെയും വൈറ്റിൻ്റെയും ഇൻ്റർമീഡിയറ്റിൽ വരുന്നതാണ്. ചിൽഡ് കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറം ഭാഗം ഹാർഡായിരിക്കും, ഔട്ട്സൈഡ് ഹാർഡും അതുപോലെ അതിൻ്റെ അകത്തെ ഭാഗം ഇൻസൈഡ് പോർഷൻസ് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിനാണ് ചിൽഡ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. മാലിബിൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഈ സെം എമൗണ്ട് ഓഫ് കാർബൺ ഈസ് റിമൂവ്ഡ് ആയിരിക്കും. ഓക്കെ, കുറച്ച് എമൗണ്ട്സ് ഓഫ് കാർബൺ ആയിരിക്കും റിമൂവ് ആയിട്ടുണ്ടാവുക. ദെൻ ഡക്ടൈൽ കാസ്റ്റ് അയൺ ഈസ് മാംഗനീസ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നമ്മളവിടെ നൽകുന്നത്. അതുപോലെ ഇതിന് പറയുന്ന വേറെ സ്പെറോയിഡൽ ഗ്രാഫൈറ്റ് അയൺ ഓർ നോഡുലാർ അയൺ ആണ്. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് വൺ ടഫൻഡ് ക്ലാസ് അയൺ. ടഫൻഡ് ഗ്ലാസ് അയൺ മീൻസ് കാസ്റ്റ് അയണും അതുപോലെ റോട്ട് അയണിൻ്റെ സ്ക്രാപ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ടഫൻഡ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ദെൻ കാസ്റ്റ് അയണിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇനി പറയുന്നത്. ഇറ്റ്സ് എ പ്രോപ്പർട്ടീസ് ഓഫ് കാസ്റ്റ് അയൺ: ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്, ഫ്യൂസിംഗ് ടെമ്പറേച്ചർ 1000 to 50 degrees Celsius, specific gravity 7.5, hard and brittle. When placed in salt water it becomes soft, and it is the uses sievers, water pipes, cisterns, rail chairs, etc. And then types of casting. Okay, cast iron types and or casting types. Centrifugal casting means molten metals is poured into a rotting mold, and it is a strong, compact, and the uses is pipes manufacturing. And chilled casting, അത് കൂളിംഗ് മെക്കാനിസം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ചിൽഡ് കാസ്റ്റിങ്ങിന് ഔട്ടർ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹാർഡ് ആയിരിക്കും. ഇറ്റ്സ് ഇൻഡർ സർഫസ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആ സോഫ്റ്റ് ആയിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. യൂസ് ചെയ്യുന്നത് ചിൽഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് സർഫസസിൻ്റെ വിയറിങ്സ്, ടയേഴ്സ്, ആക്സിയൽ ഹോൾസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ ഡൈ കാസ്റ്റിംഗ് ആണ്. മോൾട്ടൺ മെറ്റൽ ഇസ് പവേർഡ് ഇൻ ടു എ മെറ്റൽ മൗൾഡ് അണ്ടർ പ്രഷർ ബേസിസ് ചെയ്തിട്ടാണ് നമ്മൾ ഡൈ കാസ്റ്റിംഗ് ചെയ്യുന്നത്. ഫിനിഷിംഗ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ദെൻ ഹോളോ കാസ്റ്റിംഗ് മീൻസ് എ സോളിഡ് കോർ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ മിഡിൽ ടു ദ ഫോം ഓഫ് ക്യാവിറ്റി. ഓക്കെ, ക്യാവിറ്റി ഫോം ചെയ്യുന്ന ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. സോൾഡ് കോറാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ മിഡിൽ പോർഷൻസ് എന്ന് പറയുന്ന ക്യാവിറ്റി ആയിട്ടായിരിക്കും ഫോം ചെയ്തിരിക്കുന്നത്. യൂസ് എന്ന് പറയുന്നത് ഹോളോ ആയിട്ടുള്ള, ആ ഹോളോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അകത്തെ പോർഷൻസ് എന്തായിരിക്കും, ക്യാവിറ്റി ആയിരിക്കും. അപ്പോൾ ഹോളോ ആയിട്ടുള്ള കോളംസ്, പൈപ്സ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. Then next sand casting. Sand casting means sand mold is made and then casted. It is the ordinary method. Then vertical sand casting in vertical position. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ്, അതാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ദെൻ ഡിഫക്ട്സ് ഓഫ് കാസ്റ്റ് അയണിന് എന്തൊക്കെ ഡിഫക്ട്സ് ആണുള്ളതെന്നാണ്. ഫസ്റ്റ് വൺ, കോൾഡ് ഷോട്ട്സ് ഓർ കോൾഡ് ഷട്ട്, ഡ്രോയിങ് ആൻഡ് ഹോപ്പ്, ആൻഡ് ദെൻ ഹണി കോമ്പിങ്, ലിഫ്റ്റ്സ് ആൻഡ് ഷിഫ്റ്റ്സ്, സ്കാപ്ലിംഗ്, swelling. These are the defects of cast iron. ഫസ്റ്റ് ഡിഫക്റ്റ് കോൾഡ് ഷട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡിഫെക്ഷൻ എന്ന് പറയുമ്പോൾ മെൽറ്റായിട്ടുള്ള മെറ്റൽ എടുക്കുകയാണെങ്കിൽ അത് രണ്ട് ജംഗ്ഷൻസ് മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾഡ് ഷട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ ലാക്ക് ഓഫ് ഫ്ലൂയിഡിറ്റി കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. ദെൻ ഡ്രോയിങ് അല്ലെങ്കിൽ മിശ്രം എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ സോളിഫൈഡ് ബിഫോർ ഫില്ലിങ്ങിന് മുന്നേ തന്നെ സോൾഫൈ ആവുന്നതിനെയാണ് നമ്മൾ ഡ്രോയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹോൾസ് ആണ് പറയുന്നത്. എയർ അല്ലെങ്കിൽ ഗ്യാസ് എൻട്രാപ്പ് ചെയ്യുന്ന ഒരു പോറസ് ഉണ്ടെങ്കിൽ അത് കേസ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് എയർ എൻട്രാപ്പ് ചെയ്യുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെൻ്റ് ഹോൾസിൻ്റെ ആബ്സെൻസ് കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഈ ഒരു ഡിഫക്റ്റാണ് ഹോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹണി കോമ്പിംഗ് ആണ്. ഹണി കോമ്പിംഗ് എന്ന് പറയുമ്പം സർഫസ് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ദ ഫ്യൂസിങ് ഓഫ് സർഫസ് സാൻഡ് ഇൻ സാൻഡ് കാസ്റ്റിംഗ്, അത് മെയിനായിട്ട് വരുന്ന സാൻഡ് കാസ്റ്റിംഗ് ബേസ് ചെയ്തിട്ടാണ് ഹണി കോമ്പിംഗ് ഫോം ചെയ്യുന്നത്. ഇതൊരു എക്സ്റ്റേണൽ ഡിഫക്റ്റ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ലിഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് ആണ്. ഇതും ഒരു എക്സ്റ്റേണൽ ഡിഫക്റ്റ് ആണ്. ഈ എക്സ്റ്റേണൽ ഡിഫക്റ്റ് ഉണ്ടാവാൻ കാരണം ഇറ്റ്സ് എ മിസ്പ്ലേസ്മെൻറ്റ് കാരണമാണ്. കോറിൻ്റെയൊക്കെ മിസ്പ്ലേസ്മെൻറ്റ് കാരണമായിരിക്കും ലെഫ്റ്റ് ഹാൻഡ് ഷിഫ്റ്റ്സ് ഫോം ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്കാബ്ലിംഗ് ആണ്. സ്കാബ്ലിംഗ് എന്ന് പറയുമ്പോൾ ഈ സ്കെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് സീൻ വിത്ത് സാൻഡ് ഈസ് ഹെവി കണ്ടീഷൻസിലാണ് നമ്മൾ സ്കാബ്ലിംഗ് ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. സ്വെല്ലിംഗ് ഈസ് ഡ്യൂ ടു ദ ഇംപ്രോപ്പർ റാമിംഗ്, ഇംപ്രോപ്പറായിട്ടുള്ള റാം ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് സ്വെല്ലിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും ആണ് കാസ്റ്റ് അയൺസിൻ്റെ ഡിഫക്ട്സ്.
നെക്സ്റ്റ് ഫെറസ് മെറ്റൽ റോട്ട് അയൺ ആണ്. റോട്ട് അയൺ എന്ന് പറയും ഇപ്പോൾ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള അയൺ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് റോട്ട് അയൺ ആണ്. അതിൽ കാർബണിൻ്റെ കണ്ടൻറ്റ് 0.15%-നേക്കാളും കുറവായിരിക്കും. ഇറ്റ്സ് ലെസ് ദാൻ 0.15%. ഓക്കെ, അതാണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോട്ട് അയണിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫർണസ് ഏതാണെന്ന് ചോദിച്ചാൽ റിവർബറട്ടറി ഫർണസ് അല്ലെങ്കിൽ പട്ലിംഗ് ഫർണസ് ആണ് നമ്മൾ റോട്ട് അയൺ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് റിഫൈനിങ്, പട്ലിംഗ്, ഷിംഗ്ലിംഗ്, റോളിംഗ് എന്നൊക്കെ പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് റിഫൈനിങ് നോക്കാം. ഈ റിഫൈനിങ്ങിലെന്ന് പറയുമ്പം ഈ മോൾട്ടൺ മെറ്റലിൽ നമ്മൾ ആദ്യം സ്റ്റിർ ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്ത് അവിടെ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സ് ബേസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, സ്മെൽറ്റ് ചെയ്യും. ദ പിഗ് അയൺ ഈസ് സ്മെൽറ്റഡ് ആൻഡ് എ സ്ട്രോങ് കറണ്ട് ഓഫ് എയർ ഈസ് ഡയറക്റ്റഡ് ഓവർ ഇറ്റ്. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള എയർ കറണ്ട് പാസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിഫൈനിങ് എന്ന് പറയുന്നത്. റിഫൈനിങ്. Okay, molten metal is stirred continuously and oxidation takes place. It is then casted, then molded and cooled, and then refined pig iron can be obtained. And second term, puddling. Puddling എന്ന് പറഞ്ഞാലും ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് പിഗ് അയൺ ടു റോട്ട് അയൺ. ഓക്കെ, പിഗ് അയണിൽ നിന്ന് റോട്ട് അയണിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇറ്റ്സ് എ സ്റ്റിറിംഗ് പ്രോസസ്സാണ്. ഒരു മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ഒരു സ്റ്റിറിംഗ് പ്രോസസ്സാണ് പഡ്ലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എവിടെയാണ്? റിവർബറട്ടറി ഫർണസ് അല്ലെങ്കിൽ പഡ്ലിംഗ് ഫർണസിൽ വെച്ചിട്ടാണ് പഡ്ലിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഈ പഡ്ലിംഗ് പ്രോസസ്സിൻ്റെ ഫലമായി തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് പഡ്ലിൽ ബോൾസ് എന്ന് പറയുന്നത്. ഈ പഡ്ലിൽ ബോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പോഞ്ചി ബോൾസാണ് പഡ്ലിംഗ് ബോൾസ്. പഡിൽ ബോൾസ് എന്നാണ് പറയുന്നത്. പഡിൽ ബോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്പോഞ്ചി ബോൾസ് ആണ്. അതുപോലെ തന്നെ ഇതിൽ അത്യാവശ്യം ഈ ഒരു പഡ്ലിംഗ് ബോൾസ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി അടുത്ത പ്രോസസ്സും ഈ ഷിംഗ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പറയുന്നത് പഡ്ലിംഗ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ പഡ്ലിംഗ് എന്ന് പറയുന്നത് പഡ്ലിംഗ് പ്രോസസ്സ് ബേസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് പഡ്ലിംഗ് ബോൾസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്പോഞ്ചി ബോൾ. നെക്സ്റ്റ് ഷിംഗ്ലിംഗ് ആണ്. ഷിംഗ്ലിംഗ് എന്ന് പറയുമ്പം മെയിനായിട്ട് ഈ ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നത്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇംപ്യൂരിറ്റീസ്, റിമൂവൽ ഓഫ് ഇംപ്യൂരിറ്റീസ് ആണ്. അല്ല എങ്കിൽ നമുക്ക് സ്ലാക്ക് ബൈ ഫോറിങ് ദി ബോൾസ് ഇൻ സ്ക്യൂസിങ് മെഷീൻസ് ഓർ ബൈ ഹാമർ അല്ലെങ്കിൽ മെഷീൻസിൻ്റെ ഹെൽപ്പോട് കൂടി ഈ ബോൾസ് ബേസ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ബോൾസ് റിമൂവ് ചെയ്യുമ്പോഴേ നമുക്ക് ആ സ്ലാഗ് കറക്റ്റ്, ഈ പബിൾ ബോൾസിൽ തന്നെയാണ് എന്തുള്ളത്, സ്ലാഗ്സ് വരുന്നത്. ഈ പബിൾ ബോൾസിൽ പഡിൽ ബോൾസ് റിമൂവ് ചെയ്താൽ മാത്രമേ ഈ സ്ലാഗ് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഷിംഗ്ലിംഗ്. ആൻഡ് ദ ലാസ്റ്റ് പ്രോസസ് റോളിംഗ്. ഈ ഷിംഗ്ലിംഗ് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് ബ്ലൂംസ് എന്ന് പറയുന്നത്. ഈ ബ്ലൂംസ് എന്ന് പറയുന്നത് ഈ റോളേഴ്സിൽ കൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്ത് വിട്ടിട്ട് അതിനൊരു ഫ്ലാറ്റ് ബാർസ് ആയിട്ട് എടുക്കും. ഓക്കെ, അതിനെ പാസ് ചെയ്ത് വിട്ട് ഒരു ഫ്ലാറ്റ് ബാർസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ദെൻ 4 മീറ്റർ ഇൻറ്റു 100 mm ഇൻറ്റു 25 mm ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യൂണിറ്റ് പറയുന്നത്, നമ്മുടെ ഡയമെൻഷൻ പറയുന്നത്. ആൻഡ് ഈ ബാർ എന്ന് പറയുന്നത് ലെസ് ക്വാളിറ്റി ആണ്. ദിസ് ബാർസ് ആർ ലെസ് ക്വാളിറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റ് മിനറൽസ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ മാനുഫാക്ചറിങ് ടൈമിൽ. അപ്പോൾ ഇപ്പം മെയിനായിട്ട് റോളിംഗ് എന്ന് പറയുമ്പം നമ്മൾ ഷിംഗ്ലിങ്ങിൽ നിന്നുള്ള പ്രോഡക്റ്റ് ആയിട്ടുള്ള ബ്ലൂംസ് റോളേഴ്സിൽ പാസ് ചെയ്തിട്ട് അത് ഫ്ലാറ്റ് ബോൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റോളിങ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ മെക്കാനിക്കൽ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് റോട്ട് അയൺ. റോട്ട് അയണിൻ്റെ മാനുഫാക്ചറിങ്, അത് മെക്കാനിക്കൽ പ്രോസസ്സിൻ്റെ പറയുന്ന പേര് ആസ്റ്റൺസ് പ്രോസസ്സാണ്. പ്രോസസ്സിൻ്റെ പേരാണ് ആസ്റ്റൺസ് പ്രോസസ്സ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടി ബേസ് ചെയ്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് റോട്ട് അയൺ. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്യൂസിങ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 1500 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 7.8 ആണ്. വളരെയധികം ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്, ഡക്റ്റൈലാണ്, മാലിബിൾ ആണ്, ടഫാണ്, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിനുണ്ട്. അതുപോലെ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റോട്ട് അയണിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാസ്റ്റ് അയൺ പറഞ്ഞപ്പോഴും നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞായിരുന്നു. ഇത് റോട്ട് അയണിൻ്റെ പ്രോപ്പർട്ടീസാണ്. കാസ്റ്റ് അയണിൻ്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഉള്ള വ്യത്യാസം എന്തായിരുന്നു? ഫ്യൂസിങ് ടെമ്പറേച്ചർ എത്രയാണ് പറഞ്ഞത്? 1250 ഡിഗ്രി സെൽഷ്യസ്, സ്പെസിഫിക് ഗ്രാവിറ്റി 7.5 ആണ് പറഞ്ഞത്. ഇതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, ഫ്യൂസിങ് ടെമ്പറേച്ചർ 1250 ഡിഗ്രി, സ്പെസിഫിക് ഗ്രാവിറ്റി 7.5. അതിൽ പിഗ് അയൺ പറഞ്ഞപ്പോൾ 1200 ആയിരുന്നു ഫ്യൂസിങ് ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ റോട്ട് അയണിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫക്റ്റ് ചോദിക്കുകയാണെങ്കിലും ഡിഫക്റ്റ് എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെയാണ് ഇതിൻ്റെ ഡിഫക്റ്റ് ആയിട്ട് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇതിലും പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്
കോൾഡ് ഷോർട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾഡ് ഷോൾട്ട്. പിന്നെ രണ്ടാമതുള്ളത് റെഡ് ഷോർട്ട്. ഇതിൽ കോൾഡ് ഷോർട്ട് എന്ന് പറയുമ്പോൾ ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ട്, കോൾഡ് ഷോർട്ട് എന്ന് പറയുമ്പം ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഡിഫക്റ്റാണ് കോൾഡ് ഷോർട്ട് എന്ന് പറയുന്നത്. കോൾഡ് കണ്ടീഷൻസിൽ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോവും. അടുത്ത് റെഡ് ഷോർട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന, റെഡ് ഷോർട്ട്സ് എന്ന് പറയുമ്പം സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ് റെഡ് ഷോർട്ട്. ഒരിക്കലും വെൽഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും റെഡ് ഷോർട്ട്സ്, വെൽഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ സ്വാഭാവികമായിട്ട് റെഡ് ഷോർട്ട്സ് ഫോം ചെയ്യും. ഇതാണ് റോട്ട് അയൺസിൻ്റെ ഡിഫക്ട്സ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റീലാണ്. സ്റ്റീലിൻ്റെ കാർബൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 0.25 to 1.5% ആണ് വരുന്നത്. അതുപോലെ കാസ്റ്റ് അയണും റോട്ട് അയണും ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് വരുന്നത്. ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ കാസ്റ്റ് അയൺ ആൻഡ് റോട്ട് അയൽ. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്. അത് കംപ്രഷൻ സൈഡ് ആയിക്കോട്ടെ ടെൻഷൻ സൈഡ് ആയിക്കോട്ടെ, സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റീലിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ബസമർ പ്രോസസ്സാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യം ചോദിച്ചാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ബസമർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ലാതെ തന്നെ ബസമർ പ്രോസസ്സുണ്ട്, സിമെൻറ്റേഷൻ പ്രോസസ്സുണ്ട്, ക്രൂസിബിൾ സ്റ്റീൽ പ്രോസസ്സ്, ഡുപ്ലെക്സ്, ഇലക്ട്രിക് പ്രോസസ്സ്, LT പ്രോസസ്സ്, ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ്. ഇതൊക്കെയാണ് മെയിനായിട്ട് സ്റ്റീലിലുള്ള പ്രോസസ്സ്. അതിൽ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യം യഥാർത്ഥത്തിലില്ല. യഥാർത്ഥത്തിൽ ആദ്യത്തെ ബസമർ പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് പറയാം. ഒരു ലൈനിങ് മെറ്റീരിയൽസ് ബേസ് ചെയ്തിട്ട് തന്നെ ഈ ബസമർ പ്രോസസ്സ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. അസിഡിക് ബസമറും ഉണ്ട്, ബേസിക് ബസമറും ഉണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ അസിഡിക് ബസമർ പ്രോസസ്സും ബേസിക് ബസമർ പ്രോസസ്സും. അതിൽ ക്ലേ യൂസ് ചെയ്തിട്ടുള്ളത് അസിഡിക് ആണ്. അതുപോലെ തന്നെ ലൈമും മെഗ്നീഷ്യൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത് ബേസിക് ബസമർ പ്രോസസ്സാണ്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ബേസിക് ആണ്. പിഗ് അയണൊക്കെ ഓക്സിഡൈസ് ചെയ്ത് ഫെറോ മാഗ്നീസ് പീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഈ ബസമർ പ്രോസസ്സ് വഴി നമ്മൾ കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ടേം ഉണ്ട് ഇൻഗോട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു സോളിഡിഫൈഡ് മാസ് അറ്റ് ദ എൻഡ് ഓഫ് നോട്ട് ആസ് ഇൻഗോട്ട്. ഓക്കെ, ഒരു സോൾഫൈഡ് ആയിട്ടുള്ള മാസാണ് അറ്റ് ദ എൻഡിൽ ഉണ്ടാകുന്ന ആ ഒരു സോൾഫൈഡ് മാസിനെയാണ് നമ്മൾ ഇൻഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള പ്രോസസ്സ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തത് അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, LD പ്രോസസ്സ്. LD പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ ഫുൾ ഫോം പറയാം. ലിൻസ് ഒരു വ്യക്തിയുടെ പേര് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്, ഡാനാവിറ്റ്സ് പ്രോസസ്സ്. ഓക്കെ, അതാണ് LD പ്രോസസ്സ് എന്ന് പറയുന്നത്. ലിൻസ് ഡാനാവിറ്റ്സ് പ്രോസസ്സിനെയാണ് നമ്മൾ LD പ്രോസസ്സ് എന്ന് പറയുന്നത്. ബസമർ പ്രോസസ്സിൻ്റെ തന്നെ കുറച്ചുകൂടെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഒരു പ്യുവർ ഓക്സിജൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് LD പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിൽ സൾഫർ എഫക്റ്റീവ് ആണെങ്കിൽ ആ സൾഫറിനെ റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന LD പ്രോസസ്സിൽ നടക്കുന്നത്. അടുത്തുള്ളത് പിന്നെ എന്താണ്, ഓപ്പൺ ഹേർട്ട് പ്രോസസ്സാണ്. ഓപ്പൺ ഹേർട്ട് പ്രോസസ്സും ബസമർ പ്രോസസ്സ് പോലെയൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോസസ്സിൻ്റെ കാര്യം പേരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് പറയുന്നത് സ്റ്റീലിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന കാർബൺ കണ്ടൻറ്റ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്റ്റീലിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ തന്നെ കാർബണിന് വളരെയധികം പങ്കുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബണിൻ്റെ കണ്ടൻറ്റ് സ്ഥിരമായിട്ട് PSCയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഫസ്റ്റ് വൺ മൈൽഡ് സ്റ്റീലാണ്. ഈ മൈൽഡ് സ്റ്റീലിനെ തന്നെ നമ്മൾ സ്ട്രക്ചറൽ സ്റ്റീൽ എന്നും പറയാറുണ്ട്. കാരണം സ്ട്രക്ചറൽ വർക്ക്സിന് യൂസ് ചെയ്യുന്നത് മൈൽഡ് സ്റ്റീലാണ്. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിലുള്ള കാർബണിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 0.10 to 2.5% ആണ്. 0.25% ആണ്. മീഡിയം കാർബൺ ആകുമ്പോൾ 0.25 to 0.6%. ഹൈ കാർബൺ ആകുമ്പോഴത്തേക്കും 0.6 to 1.1%. ലോ കാർബൺ സ്റ്റീൽ അതിനെ തന്നെയാണ് നമ്മൾ ഡെഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. 0.10%-നേക്കാളും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്ന മൈൽഡ് സ്റ്റീലാണ്. മൈൽഡ് സ്റ്റീൽ 0.10 to 0.25%. ആൻഡ് സെക്കൻഡ് മീഡിയം കാർബൺ സ്റ്റീൽ 0.25 to 0.6%. ആൻഡ് തേർഡ് വൺ ഹൈ കാർബൺ സ്റ്റീൽ 0.6 to 1.1%. ആൻഡ് ലോ കാർബൺ സ്റ്റീൽ ഓർ ഡെഡ് സ്റ്റീൽ 0.10%-നേക്കാളും ലോ ആയിരിക്കും. ഓക്കെ, ഇത്രയും പഠിക്കുക. അടുത്ത് പറയുന്ന പ്രോപ്പർട്ടീസാണ്. ഇതിൽ മിക്ക പ്രോപ്പർട്ടീസും നമുക്ക് അറിയാവുന്ന തന്നെയാണ്. ടെൻസൈൽ സ്ട്രെങ്ത് 40 to 50 kg/mm², ഡെൻസിറ്റി 7.85 g/m³, വെയ്റ്റ് 7850 kg/m³, മെൽറ്റിംഗ് പോയിൻറ്റ് 1400 degrees Celsius, സ്പെസിഫിക് ഗ്രാവിറ്റി 7.8.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റീലിൻ്റെ തന്നെ മെക്കാനിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അതിലുള്ളത് ഡ്രോയിങ് ഉണ്ട്, ഫോർജിങ്, പ്രസ്സിങ്, റോളിംഗ് ആണ് വരുന്നത്. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത് ഓഫ് സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. എന്നുവെച്ചാൽ ഒരു വയർ അല്ലെങ്കിൽ റോഡ് ബേസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർജിങ് ആണ്. ഈ ഫോർജിങ് എന്ന് പറയുന്നത് 2 ടൈപ്പിലാണുള്ളത്. ഫോർജിങ് ഫ്രീ ഫോർജിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഡൈ ഫോർജിങ്ങും ഉണ്ട്. ഫ്രീ ഫോർജിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡെഫിനിറ്റ് ഷേപ്പ് വേണ്ട എങ്കിൽ നമുക്ക് ഫ്രീ ഫോർജിങ് യൂസ് ചെയ്യാം. ഡൈ ഫോർജിങ് എന്ന് പറയുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടതാണ് ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ഫോർജിങ് എന്ന് പറയുമ്പോൾ ഷേപ്പ് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഇല്ല, ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല എങ്കിൽ ഫ്രീ ഫോർജിങ്ങും, അതേസമയം ആക്യുറേറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അതും വളരെ ആക്യുറേറ്റഡ് ആയിട്ട് തന്നെ ചെയ്യണമെങ്കിൽ അതിന് ഡൈ ഫോർജിങ്ങുമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രസ്സിംഗ് ആണ് പറയുന്നത്. പ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡൈയും പഞ്ചും എന്ന് പറയുന്നത്. സോ ഈ ഡൈയും പഞ്ചും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസ് ചെയ്ത് ആ ഒരു പ്രോസസ്സും കാര്യങ്ങളും ചെയ്യുന്ന ആർട്ടിക്കിൾസ് സെറ്റ് ചെയ്തെടുക്കുന്നത്. റോളിംഗ് എന്ന് പറയുമ്പോൾ റോളർ മിൽസ് ബേസ് ചെയ്തിട്ടാണ് റോളിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പ്രോസസ്സ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റീലാണ്. സ്റ്റീലിൻ്റെ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ ഫസ്റ്റ് പറയുന്നത് അനീലിംഗ് ആണ്. അനീലിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സ്റ്റീൽ സോഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ അനീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ആ ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്തു, ഹൈ ടെമ്പറേച്ചറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ആർട്ടിക്കിൾ സ്ലോലി കൂൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ അനീലിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഗ്ലാസ് ബിൽഡിംഗ് മെറ്റീരിയലിൽ തന്നെ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്ത സമയത്ത് ഈ സെയിം അനീലിംഗ് പ്രോസസ്സ് നമ്മൾ അവിടെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയും ഇൻറ്റേർണൽ സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ അനീലിംഗ് പ്രോസസ്സ്. അടുത്ത രണ്ടാമത് പറയുന്നതാണ് കേസ് ഹാർഡനിങ്. കേസ് ഹാർഡനിങ് സിമ്പിളായിട്ട് പറയാൻ ടിമ്പറിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. പുറം ഭാഗം ഉണങ്ങും, പുറംഭാഗം ഹാർഡനാവും, അകഭാഗം പക്ഷേ ആ ഒരു മെൽറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഫോമാണ് എന്തെന്ന് പറയുന്നത്, കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ പുറം ഭാഗം ഹാർഡായിട്ട് വരും. ആ ഒരു പുറത്തെ ഔട്ടർ എന്ന് പറയുന്നത് ഹാർഡ് കേസും അതുപോലെ തന്നെ അതിൻ്റെ ഇൻസൈഡ് പോർഷൻസ് സോഫ്റ്റും ആണെങ്കിൽ അതിനെ കേസ് ഹാർഡനിങ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് തന്നെയാണ് കേസ് ഹാർഡനിങ്ങിൽ വരുന്നത്. അടുത്തത് സിമെൻറ്റിംഗ് ആണ് പറയുന്നത്. സിമെൻറ്റിംഗ് അതിനെ തന്നെയാണ് നമ്മൾ കാർബറൈസിങ് എന്നുകൂടെ പറയുന്നുണ്ട്. സ്റ്റീലിൻ്റെ സ്കിന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ സ്കിൻ ഓഫ് സ്റ്റീൽ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് കാർബൺ. ഈ സ്റ്റീലിൻ്റെ സ്കിന്ന് കാർബണോടുകൂടി സാച്ചുറേറ്റഡ്, കാർബൺ ബേസ് ചെയ്ത് കാർബണോടുകൂടി കാർബൺ കാരണം അല്ലെങ്കിൽ കാർബണോടുകൂടി സാച്ചുറേറ്റഡ് ആവുന്നതിനെയാണ് നമ്മൾ സിമെൻറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് സൈനൈഡിങ്. നമ്മുടെ ഈ എക്സ്റ്റേണൽ സർഫസ് എന്ന് പറയുന്നത് കാർബണും നൈട്രജനും കൊണ്ട് കോട്ടഡ് ആണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈനൈഡിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡസ് ദ സ്റ്റീൽ ഈസ് ഹീറ്റഡ് ഇൻ എ മോൾട്ടൺ സൈനൈഡ് salt bath maintained at the temperature 950 degrees Celsius in the adding carbon and nitrogen to the surface. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. In the adding the carbon and nitrogen to the surface layers of the steel to increase its hardness, wear resistance of fatigue limits. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ കാരണങ്ങളാണ് നമുക്കവിടെ നല്ലതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യാം, വിയർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാം, ആൻഡ് ഫാറ്റിക് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് പറ്റും. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഹാർഡനിങ് ആണ്. അനീലിങ്ങിൻ്റെ നേരെ റിവേഴ്സാണ് ഹാർഡനിങ് എന്ന് പറയുന്നത്. അപ്പം മറ്റേ അനീലിംഗ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആക്കിയാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഹാർഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹാർഡനിങ്. ഓക്കെ, അടുത്ത് പറയുന്നതാണ് നൈട്രൈഡിങ്. നൈട്രൈഡിങ് എന്ന് പറയുന്നത് ആ സ്റ്റീലിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു നൈട്രജൻ കോട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതിനെയാണ് നൈട്രൈഡിങ് എന്ന് പറയുന്നത്. ഒരു നൈട്രജൻ കൊണ്ട് സാച്ചുറേറ്റ് ചെയ്യുന്നതിനെയാണ് സാച്ചുറേറ്റിംഗ് ദ സർഫസ് ലെയർ ഓഫ് സ്റ്റീൽ വിത്ത് നൈട്രജൻ ബൈ ഹീറ്റിംഗ്. ഓക്കെ, അതിനെയാണ് നമ്മൾ നൈട്രൈഡിങ് എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചർ എത്ര ഹീറ്റിലാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്, 480 ഡിഗ്രി സെൽഷ്യസ് ടു 650 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളവിടെ കൊടുക്കുന്നത് നൈട്രൈഡിങ്. ഇനി ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ക്വഞ്ചിങ്. ക്വഞ്ചിങ് എന്ന് പറയുന്നത് ഇപ്പോൾ കൂള് ചെയ്യുന്നത് കൺട്രോൾഡ് റേറ്റിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വഞ്ചിങ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ക്വഞ്ചിങ് മീഡിയം എന്ന് പറയുന്നത് ഓയിലും വാട്ടറുമാണ്. അപ്പോൾ കൺട്രോൾ ചെയ്ത് കൂൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്വഞ്ചിങ് എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും മോസ്റ്റ് കോമൺലി ആയിട്ടുള്ള മീഡിയം ഓയിൽ ആൻഡ് വാട്ടർ ആണ്. ഓക്കെ, അടുത്ത് പറയുന്നതാണ് നോർമലൈസിങ്. നോർമലൈസിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്റ്റീൽ സ്ട്രക്ചർ എടുത്ത് അത് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അതിനെ നോർമൽ കണ്ടീഷൻസ് വെച്ചിട്ട് നോർമലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നോർമലൈസിങ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ടെമ്പറിങ്. ഈ ഹാർഡനിങ്ങിനൊക്കെ ശേഷം ഡക്റ്റിലിറ്റി ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്.
ഹാർഡനിങ്ങിന് ശേഷം ഡക്ടിലിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, ഇൻഡ്യൂസ് സ്മോൾ ഡക്ടിലിറ്റി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. ഇത് കാരണം ബ്രിട്ടിൽനെസ് കുറയും, അതുപോലെ തന്നെ ടഫ്നെസ് കൂടുകയും ചെയ്യും. ടഫ്നെസ് കൂടും, ബ്രിട്ടിൽനെസ് കുറയും. ഈ ഒരു സ്മോൾ ഡക്ടിലിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് എപ്പോഴായിരിക്കും? ആഫ്റ്റർ ഹാർഡനിങ്ങിന് ശേഷമായിരിക്കും ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ടെമ്പറിങ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോൺ ഫെറസ് മെറ്റൽസിലുള്ള അലുമിനിയം ആണ് പറയാൻ പോകുന്നത്. അലുമിനിയം എന്ന് പറയുന്നത് വെച്ചാൽ കൊമേഴ്സ്യലി പ്രൊഡ്യൂസ്ഡ് മെയിൻലി ഫ്രം ബോക്സൈറ്റ്. ബോക്സൈറ്റിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈലി കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. നൈട്രിക് ആസിഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഡിസോൾവ് ചെയ്യുന്ന H2SO4 കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള H2SO4 ഡിസോൾവ് ചെയ്യുന്ന വളരെ പതുക്കെ ആയിരിക്കും. HCl സോളിബിൾ ആണ്. അതുപോലെ തന്നെ ബെയർ പ്രോസസ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ ഓർ പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബെയേഴ്സ് പ്രോസസ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും ഓസ് പ്യൂരിഫൈ ചെയ്യുന്നത്. അതിൽ റെഡ്യൂസ്ഡ് ടു അലുമിനിയം ബൈ ഹോൾസ് ഹെറൗട്ട്സ് പ്രോസസ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഹൂപ്സ് സെൽസ് ഈസ് യൂസ്ഡ്. ഹൈ സ്ക്രാപ്സ് വാല്യൂസ് ആണ്. യൂസേഴ്സ് AC റൂംസ്, പെയിൻറ്റ്, എൻജിൻ പാർട്സ്, etc. Then specific gravity is very very important, 2.7. Then melting point, extra ഉള്ള point ആണ്. And the melting point 660 degrees Celsius. And the ore already നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ്? ബോക്സൈറ്റ്. ഓക്കെ, ഓർ ബോക്സൈറ്റ്, മെൽറ്റിംഗ് പോയിൻറ്റ് 660 ഡിഗ്രി സെൽഷ്യസ്, സ്പെസിഫിക് ഗ്രാവിറ്റി 2.7. സ്പെസിഫിക് ഗ്രാവിറ്റി പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിൻറ്റും ചോദിച്ചിട്ടുണ്ട്, ഓറും ചോദിച്ചിട്ടുണ്ട്. Okay, then second one, copper ore, malachite and orite. Okay, copper ore and furnace used, reverberatory furnace, and the melting point 1085 degrees Celsius. Okay, 1085 degrees Celsius. And next, lead ore, lead is a soft metal, is a ore galena. It is the poison. Okay, or ഗലീനയാണ്. ഇത് വളരെയധികം പോയിസൺ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 11.36 ആൻഡ് മെൽറ്റിംഗ് പോയിൻറ്റ് 326 ഡിഗ്രി സെൽഷ്യസ്. മെൽറ്റിംഗ് പോയിൻറ്റ് 326 ഡിഗ്രി സെൽഷ്യസ്. ഫർണസ്, ബ്ലാസ്റ്റ് ഫർണസ് തന്നെയാണ്. ഹീറ്റ് ആയാലും ഇലക്ട്രിസിറ്റിക്ക് ആയാലും ശരി, ലെഡ് എന്ന് പറയുന്നത് പുവർ കണ്ടക്ടറാണ്. ഇറ്റ് ക്യാൻ സ്ട്രെച്ച്ഡ് വിത്തൗട്ട് ബ്രേക്കിംഗ്. ഓക്കെ, ബ്രേക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലെഡിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അതിൻ്റെ ഓർ ഏതാണെന്ന് ചോദിച്ചാൽ ഗലീന. മെൽറ്റിംഗ് പോയിൻറ്റ് 326 ഡിഗ്രി സെൽഷ്യസ്, സ്പെസിഫിക് ഗ്രാവിറ്റി 11.36. ഓക്കെ, ദെൻ മെഗ്നീഷ്യം ഓർ കീസറൈറ്റ്. ആൻഡ് ഇത് മാത്രമല്ല ഉള്ളത്, ഇറ്റ്സ് ഡോളമൈറ്റ്, കാർണലൈറ്റ്. ഓക്കെ, കീസറൈറ്റ്, ഡോളമൈറ്റ്, കാർണലൈറ്റ്, അതാണ് മെഗ്നീഷ്യത്തിൻ്റെ ഓസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സിങ്ക്. നമ്മൾ രണ്ടെണ്ണം പറഞ്ഞില്ല, സിങ്ക് ആൻഡ് കൊബാൾട്ട്. സിങ്കിൽ അതിൻ്റെ ഓർ, എല്ലാത്തിൻ്റെ ഓർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഫ്രാങ്ക്ലിനൈറ്റ് ആൻഡ് വില്ലനൈറ്റ്. ഫർണസ് റിവർബട്ടറി ഫർണസ് തന്നെയാണ് വരുന്നത്. ദെൻ മെൽറ്റിംഗ് പോയിൻറ്റ് അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക, 420 ഡിഗ്രി സെൽഷ്യസ്. മെൽറ്റിംഗ് പോയിൻറ്റ് 420 ഡിഗ്രി സെൽഷ്യസ്. Then cobalt or arsenide, sulfur arsenide, and the specific gravity 8.9. Okay, specific gravity 8.9. Okay, extra nickel, melting point 1450 degrees Celsius. And titanium melting point 1570 degrees Celsius. And tin 231 degree Celsius. Okay, and next section, alloys. അലോയ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മെറ്റൽ എടുക്കുകയാണെങ്കിൽ രണ്ടോ അതിലധികമുള്ള ഇൻറ്റിമേറ്റ് മിക്സ്ചേഴ്സ് ഓഫ് അലോയ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മെറ്റൽസ് വരുന്നത്. പറയുന്നത് തിരിച്ചാണ്, എന്ന് വെച്ചാൽ ഒരു അലോയ് എടുക്കുകയാണെങ്കിൽ രണ്ടോ അതിലധികമുള്ള മെറ്റൽസ് ചേർത്തിട്ടാണ് അലോയ് വരുന്നത്. അലോയ് ഈസ് ആൻ ഇൻറ്റിമേറ്റ് മിക്സ്ചർ ഓഫ് 2 or more മെറ്റൽസ്. ഓക്കെ, ദെൻ മെറ്റൽസിൽ അലോയ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്, അത് ലാർജ് പ്രൊപ്പോർഷൻസിൽ പ്രസൻ്റ് ആയിരിക്കും. സോ ഇറ്റ്സ് കാൾഡ് ബേസ് മെറ്റലാണ്. ഇനി അതല്ലാതെ ചെറിയ അളവിലൊക്കെ ഉള്ളതിനെയാണെങ്കിൽ അലോയി മെറ്റൽസ് അല്ലെങ്കിൽ ഈ എലിമെൻറ്റ്
അലോയ് എലമെൻറ്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം, കുറച്ച് ക്ലാരിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. അലോയ്സ് എന്ന് പറയുമ്പോൾ ആൻ അലോയ് ഈസ് ആൻ ഇൻറ്റിമേറ്റ് മിക്സ്ചർ ഓഫ് 2 or more metals. The metal which is present in the alloy in the largest proportions is called base metal, and all other elements are called alloying elements. And next discussing alloys of aluminium. First one, duralumin. Aluminium 94%, copper 4%, and other elements magnesium, manganese, ions are 0.5% each. And specific gravity of duralumin 2.85, and aircraft, automobile field, industries, ഇലക്ട്രിക് കേബിൾസ്, ഓക്കെ, ആ ഫീൽഡിലെല്ലാം തന്നെ ഡ്യൂറാലുമിൻ യൂസ് ചെയ്യുന്നുണ്ട്. എയർക്രാഫ്റ്റ്, ഓട്ടോമൊബൈൽസ്, ഇൻഡസ്ട്രീസ്, ഇലക്ട്രിക് കേബിൾസ്, സർജിക്കൽ, ഓർത്തോ, പീഡിയാട്രിക്സ്, ഇതിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഡ്യൂറാലുമിൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് അലോയ് അൽ ഡ്യൂറൽ ഓർ അൽക്ലാഡ്. ഇതെന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഒരു തിൻ കോട്ടഡ് ആയിട്ട് ഡ്യൂറാലുമിൻ കൂടെ വരുന്നുണ്ട്. ഇറ്റ്സ് എ പ്യുവർ അലുമിനിയം ഫോം കൂടെയാണ്. കൊറോഷൻസ്, അതും സാൾട്ട് വാട്ടർ കൊണ്ടുള്ള കൊറോഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് അലോയ് അലുമിനിയം ബ്രോൺസ്, കോപ്പർ അലോയ് ആണ്. ഇറ്റ്സ് എ ബേസ് മെറ്റീരിയൽ കോപ്പർ, കൺസിസ്റ്റ് ഓഫ് 78 to 90% of copper and 10 to 20% of aluminium. It's very strong, hard, light, elastic and malleable, and is used for die casting and pump rods, etc. And this is the yellowish brown alloy and corrosion resisting alloy. And next, Y alloy. Y alloy, aluminium 92.5% and copper 4%, nickel 2%, manganese 1.5%. It's the good conductor of heat and used for making pistons of engine, cylinder heads, gearboxes, propeller blades. Okay, these are the aluminium alloys. And next one, alloys of copper. Alloys of copper, these alloys are broadly divided into 2 categories, bronze and brass. Brass means brass is an alloy of copper and zinc. It's the previous question. Copper and zinc. ബ്രാസ്, കോപ്പർ ആൻഡ് സിങ്ക് ആണ് വരുന്നത്. ആ ബ്രാസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വീണ്ടും ഉണ്ട്. റെഡ് ബ്രാസ്, ലോ ബ്രാസ് ആൻഡ് യെല്ലോ ബ്രാസ്, വൈറ്റ് ബ്രാസ്, യെല്ലോ മെറ്റൽ. ഓക്കെ, ഇത് കോപ്പർ, അതുപോലെ തന്നെ കോപ്പറും സിങ്കും ബേസ് ചെയ്ത് വരുന്നതിൽ തന്നെയാണ് അതിൻ്റെ പ്രൊപ്പോർഷൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ചേഞ്ചസ് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, ബ്രാസ് എന്ന് പറയുന്നത് കോപ്പർ ആൻഡ് സിങ്കിൻ്റെ അലോയ് ആണ്. ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് ആൻഡ് മൈനർ പെർസെൻറ്റേജ് ഓഫ് അതർ എലമെൻറ്റ്സ് എക്സെപ്റ്റ് ടിൻ. ടിന്നില്ലാതെ മറ്റ് elements ഉണ്ട്. Most widely used copper alloy, stronger than copper and used in structural application. Common varieties of bars: cartridge glass, delta brass, low brass, Munz brass, yellow metal, naval brass, red metal, white brass, yellow brass, etc. It's അത്ര അങ്ങനെ ഒരുപാട് അങ്ങനെ ചോദിച്ചു അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടോ ഉള്ള പോർഷൻ അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. Yellow metals is 60% of copper and 40% of zinc. Okay, Munz brass അല്ലെങ്കിൽ yellow metals 60% of copper and 40% of zinc. And the next terms bronze. Bronze, it is an alloy of copper and tin. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ബ്രാസിലെന്ന് പറഞ്ഞാൽ അവിടെ ഏതിൻ്റെയൊക്കെ ആയിരുന്നു വന്നിരുന്നത്? കോപ്പർ ആൻഡ് സിങ്ക് ആണ്. ഓക്കെ, കോപ്പർ ആൻഡ് സിങ്ക്. ആൻഡ് ദെൻ ബ്രോൺസ് കോപ്പർ ആൻഡ് ടിൻ ആണ് വരുന്നത്. കോപ്പർ ആൻഡ് ടിൻ ആണ് വരുന്നത്, കോപ്പർ ആൻഡ് ടിൻ. And the minor percentage of other element except zinc. Except zinc, ശ്രദ്ധിക്കുക, except zinc. zinc അല്ലാതെയുള്ള ബാക്കി എല്ലാ എലമെൻസും ആണ് വരുന്നത്. And the common varieties of bronze: bell metal, gun metal, manganese bronze, phosphor bronze, speculum metals. Okay, these are the common varieties of bronze. Bell metals is for making bells. Gun metals 88% of copper and 10% of tin and 2% of zinc. Used for bearing balls, nuts and for many items of naval construction. Manganese bronze used for ship fittings, shafts, axles, etc. Phosphor bronze used for springs, gears, bearings, etc. Speculum metals used for making telescopes. Okay, these are the common varieties of bronze. And the next portion, alloys of magnesium. Magnesium alloys mainly door metal and electron metal. The 4 to 12% of aluminium and 0.1 to 0.4% manganese is remaining magnesium. Electron metal 4% is zinc and small percentage of copper and iron and zinc remaining magnesium. Okay, alloys of nickels
Monal metals, 65% of nickel, 30% of copper, and 5% of other metals like iron and manganese. Okay, it is possess great resistance to corrosive liquids, acids, etc. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് ടാങ്ക്സിന്, ഫുഡിൻ്റെ ടാങ്ക്സ്, മേക്കിംഗ് ടാങ്ക്സ് ഇൻ ഫുഡ്സ്, ടെക്സ്റ്റൈൽസ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, വാൽവ്സ്, ട്യൂബ്സ്, ഷാഫ്റ്റ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളതും ഷിപ്പിലെ ഷാഫ്റ്റ്സിന് വേണ്ടിയിട്ട്, പ്രൊപ്പലർ ഷാഫ്റ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി എടുത്ത് പറയാം, അങ്ങോട്ടുള്ള ടോപ്പിക്സ് ഭയങ്കര ഒരുപാടൊന്നും PSCയിൽ ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിലും പോയത്. അലോയ് സെക്ഷനിൽ ആദ്യത്തെ അലുമിനിയത്തിൻ്റെത് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രാസ്, ബ്രോൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴോട്ടുള്ളതൊന്നും ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ഒന്ന് വായിച്ച് വെച്ചേക്കുക, കാരണം ഇനി വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി പറയുന്നതായാലും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ് ഈ വായിച്ച് പോകുന്നത്. നിക്കൽ സിൽവർ ഇസ് ഓൾസോ നോൺ ആസ് ജർമ്മൻ സിൽവർ. Copper 50 to 80%, zinc 10 to 30%, Ni 20 to 30%, and base metal copper. It is used for making scientific instruments, typewriter parts, musical instruments, etc. And next, alloys of steel. Alloys of steels, first chrome, molybdenum steels, and chrome nickel stainless steel, chrome nickel steel, chromium steel, chromium vanadium steels, cobalt steel, copper steel, manganese steel, molybdenum steels, nickel chromium, molybdenum steels, and nickel steels, tungsten steels, vanadium steels, etc. And the tungsten steel is a high speed steel, and vanadium is it's for used axles and springs. These are the portions of alloys. ഒന്നുകൂടെ പറയുവാണ്, അലുമിനിയത്തിൻ്റെ അലോയി, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ബ്രോൺസ്, കോപ്പറിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ കോപ്പറിൻ്റെ അലോയിയും അലുമിനിയത്തിൻ്റെയും കോപ്പറിൻ്റെ അലോയിയാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ അത് രണ്ടും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേക്കാം. എന്നുവെച്ചാൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത് നന്നായിട്ട് പഠിക്കുക. ഈ ചെറുതായിട്ട് വായിച്ച് പോയ പോർഷൻസ് നിങ്ങളൊന്ന് വായിച്ച് വിട്ടാൽ മതി. എന്ന് വെച്ചാൽ അതിലൊന്ന് എന്തെങ്കിലും ഒരു വേർഡോ കാര്യങ്ങളോ ചോദിച്ചാൽ നിങ്ങൾക്കത് സ്ട്രൈക്ക് ചെയ്യണം ആ ടൈമിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസാണ് മെറ്റൽ ആൻഡ് അലോയ്സിലുള്ളത്. അതുപോലെ തന്നെ നമ്മളെ വെയിറ്റേജ് കൂടിയ ബ്രിക്ക്, ടിമ്പർ, സിമെൻറ്റ്, അതുപോലത്തെ അത്രയും വെയിറ്റേജ് ഒന്നും നമ്മുടെ മെറ്റൽ ആൻഡ് അലോയ്സിന് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇല്ല. എങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്റ്റീൽ ബേസ് ചെയ്തിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കാരണം സ്റ്റീൽ സ്ട്രക്ചേഴ്സ് കൂടെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ.